Welcome to a video tutorial about learning the game. 9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ലേണിംഗ് ദ ഗെയിം എന്ന അധ്യായത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് ഏവർക്കും സ്വാഗതം. ലേണിംഗ് ദ ഗെയിം എന്ന ഈ അധ്യായം സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന ആത്മകഥയിൽ നിന്നെടുത്ത ഒരു ചെറുഭാഗം മാത്രമാണ്. സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച പാഠപുസ്തകത്തിൽ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ വിദ്യാർത്ഥികൾ വായിച്ച് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് അധ്യായത്തിലേക്ക് പോകാം. From a very early age, I played tennis ball cricket with my colony friends. വളരെ ചെറുപ്പത്തിലെ ഞാൻ എൻ്റെ കോളനി സുഹൃത്തുക്കളോടുമൊത്ത് ടെന്നീസ് ബോൾ കൊണ്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. I loved watching cricket on television and in our games. I often tried to emulate the mannerisms of my favorite players, സുനിൽ ഗാവസ്കർ ആൻഡ് ദ വെസ്റ്റ് ഇന്ത്യൻ ലെജൻഡ് വിവർ റിച്ചാർഡ്സ്. എനിക്ക് ടി വിയിൽ ക്രിക്കറ്റ് കാണാൻ വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ കളിയിൽ എൻ്റെ ഇഷ്ട കളിക്കാരനായ സുനിൽ ഗാവസ്കറുടെയും വെസ്റ്റ് ഇൻഡീസ് ഇതിഹാസ താരമായ വിവ് റിച്ചാർഡ്സിൻ്റെയും ശൈലികൾ ഞാൻ അനുകരിക്കുമായിരുന്നു. എമ്യുലേറ്റ് മീൻസ് ഇമിറ്റേറ്റ്, അനുകരിക്കുക. മാനറിസംസ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്റ്റൈൽസ്, ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായിട്ടുള്ള ശൈലികൾ. ലെജൻഡ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീംലി ടാലന്റഡ് ഫിഗർ, വളരെയധികം ഇതിഹാസ തുല്യരായ കഴിവുറ്റ നായകർ എന്നൊക്കെ അർത്ഥം. ബട്ട് ഇറ്റ് വാസന്റ് ജസ്റ്റ് ദ ബാറ്റ്സ്മെൻ ദാറ്റ് ഐ സ്റ്റഡീഡ്. ബാറ്റ്സ്മാൻമാരെ മാത്രമായിരുന്നില്ല ഞാൻ പഠന വിധേയമാക്കിയത്. ഐ ഓൾസോ ലവ്ഡ് ബൗളിംഗ്. എനിക്ക് ബൗളിങ്ങും ഇഷ്ടമായിരുന്നു. ത്രൂ ഔട്ട് മൈ കരിയർ I have actually bowled a lot in the nets. എൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിലുടനീളം പരിശീലനം ചെയ്യുന്ന നെറ്റ് കോർട്ടിൽ ഞാൻ ധാരാളം ബൗൾ ചെയ്തിട്ടുണ്ട്. I was then studying in the New English School, Mumbai. അക്കാലത്ത് ഞാൻ മുംബൈയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. But my brother Ajit knew that compared to other schools in Mumbai, Sharadashram Vidya Mandir, where Ramakant Achrekar sir was the cricket coach, gave due importance to the game of cricket. രമാകാന്ത് അച്രേക്കർ സർ ക്രിക്കറ്റ് കോച്ചായി ജോലി ചെയ്തിരുന്ന ശാരദാശ്രം വിദ്യാമന്ദിർ എന്ന സ്കൂളായിരുന്നു മുംബൈയിൽ താരതമ്യേന ക്രിക്കറ്റിന് പ്രാധാന്യം നൽകിയിരുന്ന സ്കൂൾ എന്ന് എൻ്റെ സഹോദരൻ അജിത്തിന് അറിയാമായിരുന്നു. He ran summer camps too. അദ്ദേഹം ക്രിക്കറ്റ് പരിശീലിപ്പിക്കുന്ന വേനൽക്കാല ക്യാമ്പുകളും നടത്തിയിരുന്നു. അജിത് one day took me to the camp to get trained under sir. ഒരു ദിവസം അജിത്ത് എന്നെ സാറിന്റെ കീഴിൽ ക്രിക്കറ്റ് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി. Anyone could come for a trial at the camp, but then it was up to sir to decide who to accept. ഒരു പരീക്ഷണത്തിന് വേണ്ടി ആർക്ക് വേണമെങ്കിലും ക്യാമ്പിൽ വരാം, പക്ഷേ ആരെ സ്വീകരിക്കണം എന്നത് സാറിൻ്റെ തീരുമാനമായിരിക്കും. I was 11 years old then. എനിക്കപ്പോൾ 11 വയസ്സ് പ്രായമായിരുന്നു. Achrekar sir, as I refer to him, started playing cricket at the age of 11 in 1943, which is the age I was when I went to him for the first time. അച്രേക്കർ സർ എന്നായിരുന്നു ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കാറ്. സാറും 1943 അദ്ദേഹത്തിൻ്റെ 11ാം വയസ്സിലായിരുന്നു ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്. അതേ പ്രായത്തിലാണ് ഞാനും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ആദ്യമായി പോകുന്നത്. I had never batted in the nets before and felt somewhat overawed with so many people around. ഞാൻ ഇതിനു മുന്നേ ഇതുവരെ നെറ്റ് കോർട്ടിനകത്ത് ബാറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ മുമ്പിൽ വെച്ച് അങ്ങനെ ചെയ്യേണ്ടി വന്നപ്പോൾ ഞാൻ ഭയഭക്തിയാൽ കീഴ്പ്പെടുത്തപ്പെട്ട അവസ്ഥയിലായി. അതായത് ഇതുവരെ ഞാൻ ക്രിക്കറ്റ് പരിശീലിക്കുന്ന ഒരു നെറ്റ് കോർട്ടിനകത്ത് നിന്ന് ബാറ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരുപാട് ആളുകൾ നോക്കി നിൽക്കുന്നു. എൻ്റെ മനസ്സിൽ ഭയവും അതോടൊപ്പം തന്നെ അച്രേക്കർ സാറിനോടുള്ള റെസ്പെക്റ്റും ആ ഭയവും അദ്ദേഹത്തോടുള്ള ആദരവും എല്ലാം കൂടി കൂടിക്കലർന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. അതെന്നെ വല്ലാതെ കീഴ്പ്പെടുത്തി. ഓവർ ഔട്ട് എന്ന് പറഞ്ഞാൽ അഫക്റ്റഡ് ബൈ എ മിക്സ്ചർ ഓഫ് ഫിയർ ആൻഡ് റെസ്പെക്ട്. ഭയവും
അതോടൊപ്പം തന്നെ ബഹുമാനവും കൂടിച്ചേർന്ന ഒരു മാനസികാവസ്ഥയിൽ, ഭയപ്പെട്ട ഒരവസ്ഥയിലായി എന്നർത്ഥം. When I was asked to bat, I was not at all comfortable. എന്നോട് ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ഒട്ടും സുഖകരമായ, അനുകൂലമായ ഒരു മാനസികാവസ്ഥയിൽ ആയിരുന്നില്ല. With Sir watching me so closely, I failed to make an impact. സാർ എന്നെ അടുത്ത് നിന്ന് നിരീക്ഷിക്കുന്ന ആ അവസ്ഥയിൽ എനിക്ക് കാര്യമായ ഒരു പ്രകടനവും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രകടനം കാഴ്ചവെക്കുക, എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓർ ഇഫക്റ്റ്, മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കളിയിൽ ഒരു മികവ് കാഴ്ചവെക്കുക എന്നൊക്കെ അർത്ഥം. Sir called Ajit aside and informed him that I was perhaps too young to make the camp and suggested that he should bring me back when I was a little older. എനിക്ക് ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള പ്രായമായില്ല, അല്പം കൂടി മുതിർന്നതിന് ശേഷം കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്ന് അജിത്തിനെ അരികിൽ വിളിച്ച് സാർ നിർദ്ദേശിച്ചു. My induction into the Mumbai cricket circuit could have ended in failure, but for Ajit's insistence. അജിത്തിന്റെ ശക്തമായ നിലപാട്, പിടിവാശി പോലുള്ള ശക്തമായ നിലപാട് ഇല്ലായിരുന്നെങ്കിൽ മുംബൈ ക്രിക്കറ്റ് മണ്ഡലത്തിലേക്കുള്ള എൻ്റെ കടന്നുവരവ് പരാജയത്തിൽ കലാശിക്കുമായിരുന്നു. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ കടന്നുവരവ്, അഡ്മിഷൻ. ഇൻസിസ്റ്റൻസ്, സ്ട്രോങ് ആൻഡ് റിപ്പീറ്റഡ് ഡിമാൻഡ്, ഒരു പിടിവാശി പോലുള്ള ശക്തമായ ആവശ്യപ്പെടുന്ന നിലപാട്. Having seen me play in the colony, Ajit knew I was capable of performing far better than I had done in front of Achrekar sir. കോളനിയിൽ ഞാൻ കളിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് കൊണ്ട് അജിത്തിന് അറിയാമായിരുന്നു അച്രേക്കർ സാറിന് മുമ്പിൽ ഞാൻ കളിച്ചതിനേക്കാൾ എത്രയോ നന്നായി കളിക്കാൻ എനിക്ക് കഴിയുമെന്ന്. He explained that I was nervous and asked sir to give me one more opportunity. ഞാൻ മാനസികമായി അസ്വസ്ഥനായി ഇരിക്കുകയാണെന്നും ഒരവസരം കൂടി ഇനി നൽകണമെന്നും അജിത്ത് സാറിനോട് ആവശ്യപ്പെട്ടു. However, he suggested that while doing so, sir should pretend to go away and then watch from a distance. രണ്ടാമതൊരു അവസരം കൊടുക്കുമ്പോൾ സാർ അവിടം വിട്ടു പോവുകയാണെന്ന് നടിച്ചുകൊണ്ട് ദൂരെ നിന്ന് ഞാൻ ബാറ്റ് ചെയ്യുന്നത് നിരീക്ഷിക്കണമെന്നും അജിത്ത് നിർദ്ദേശിച്ചു. അതായത് ഞാൻ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സന്ദർഭത്തിൽ സാറിന്റെ സാന്നിധ്യം അവിടെ ഇല്ലാത്ത വിധം സാർ അവിടം വിട്ട് പോകുന്ന പോലെ അഭിനയിക്കണം, എന്നിട്ട് ദൂരെ മാറി നിന്നുകൊണ്ട് ഞാൻ ബാറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം എന്നും അജിത്ത് സാറിനോട് നിർദ്ദേശിച്ചു. Sir agreed. Before long, I was asked to bat again, and without Sir's trained eyes scrutinizing me, or so I thought, I felt more at ease and soon started to hit the ball well. Sir അത് അംഗീകരിച്ചു. കൂടുതൽ വൈകാതെ എന്നോട് വീണ്ടും ബാറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. സാറിന്റെ പരീക്ഷിക്കുന്ന നോട്ടം എൻ്റെ മേൽ ഇല്ലാത്തത് കൊണ്ടോ എന്തോ അപ്പോൾ എനിക്ക് നല്ല മാനസിക സമാധാനം തോന്നി. ഞാൻ നന്നായി പന്തടിച്ചു തുടങ്ങി. This time, Sir agreed to let me join the camp. ഈ പ്രാവശ്യം എന്നെ ക്യാമ്പിൽ ചേർക്കുന്നതിനോട് സാർ യോജിച്ചു. I was delighted and must say that it was an opportunity that transformed my life. ഞാൻ വളരെ സന്തുഷ്ടനായി. എൻ്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അവസരമായിരുന്നു അതെന്ന് പറഞ്ഞേ പറ്റൂ. The camp involved a session every morning and evening at Shivaji Park. രാവിലെയും വൈകുന്നേരവും 2 സെഷനുകൾ, 2 ഭാഗങ്ങൾ അടങ്ങുന്നതായിരുന്നു ശിവാജി പാർക്കിലെ ക്യാമ്പ്. I would practice between 7:30 AM and 10:30 AM in the morning. ഞാൻ രാവിലെ 7:30 10:30 ഇടയ്ക്കുള്ള സമയം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. Then I would come back in the afternoon and practice till late evening. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വന്ന് വൈകുന്നേരം ദീർഘമായി ഞാൻ പരിശീലിക്കുമായിരുന്നു. The schedule was rigorous and I would be exhausted by the end of the day. പരിശീലനം നല്ല അധ്വാനമുള്ളതും കഠിനവുമായിരുന്നു. ഓരോ പകൽ അവസാനിക്കുമ്പോഴും ഞാൻ നല്ലവണ്ണം തളർന്നിട്ടുണ്ടാകും. Rigorous means severe, കഠിനമായ എന്നർത്ഥം.
Traveling to Shivaji Park took 40 minutes from my house in Bandra, and I had to catch an early morning bus to make it on time. ബാന്ദ്രയിലുള്ള എൻ്റെ വീട്ടിൽ നിന്ന് ശിവാജി പാർക്കിലെത്താൻ 40 മിനിറ്റ് സമയമെടുക്കും. കൃത്യസമയത്ത് അവിടെ എത്താൻ അതിരാവിലെയുള്ള ബസ്സിന് എനിക്ക് പോകേണ്ടി വന്നിരുന്നു. For the first few days, Ajit accompanied me to get me used to the routine. ആ ദിനചര്യയുമായി ഞാൻ പരിചിതനാകും വരെ ആദ്യ നാളുകളിൽ അജിത് എൻ്റെ കൂടെ വരുമായിരുന്നു. During the bus journeys, he would talk to me about the nuances of batting, and I always enjoyed these conversations a lot. ബസ് യാത്രാവേളയിൽ ബാറ്റിംഗ് സംബന്ധിച്ച വിശദീകരണങ്ങളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും അജിത്ത് സംസാരിക്കുമായിരുന്നു. അത്തരം സംഭാഷണങ്ങൾ ഞാൻ എപ്പോഴും ആസ്വദിച്ചിരുന്നു. നുവാൻസസ് എന്ന് പറഞ്ഞാൽ ഫൈൻ ഡീറ്റെയിൽസ്, തന്ത്രങ്ങൾ, വിശദീകരണങ്ങൾ എന്നൊക്കെ അർത്ഥം. In fact, the one thing that I have kept with me all my career is a note that Ajit gave me containing some thoughts about batting. ബാറ്റിംഗ് സംബന്ധിച്ച ചില ചിന്തകളും നിർദ്ദേശങ്ങളും അടങ്ങിയ ഒരു നോട്ട്ബുക്ക് അജിത്ത് എനിക്ക് നൽകിയിരുന്നു. അത് എൻ്റെ ക്രിക്കറ്റ് കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴും എൻ്റെ പക്കൽ സൂക്ഷിച്ചിരുന്നു. ഇറ്റ് സെർവ്ഡ് ആസ് എ വെരി പേഴ്സണൽ കോച്ചിങ് മാനുവൽ. അത് എൻ്റെ ഒരു സ്വകാര്യ പരിശീലന കൈപുസ്തകം അഥവാ ഗൈഡ് പോലെയായിരുന്നു. As a child, I had only one set of cricket clothes, and the routine was to wash them as soon as I had returned from the morning session. ഒരു കുട്ടി എന്ന നിലയിൽ എനിക്ക് ഒരു സെറ്റ് ക്രിക്കറ്റ് ഡ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും രാവിലെ പരിശീലനം കഴിഞ്ഞാൽ അത് കഴുകിയിടുക എന്നത് ഒരു പതിവ് പണിയായിരുന്നു. While I had my lunch, the clothes would dry out in the sun, and I would wear them again in the afternoon. ഞാൻ ഉച്ചഭക്ഷണം കഴിക്കുമ്പോഴേക്കും വസ്ത്രം വെയിലിൽ ഉണങ്ങും. പിന്നീട് ഞാൻ അത് ഉച്ചയ്ക്ക് ശേഷമുള്ള പരിശീലനത്തിന് വേണ്ടി ധരിക്കും. The pattern was repeated in the evening so that I could use the same set of clothes the following morning. ഇതേ രീതി തന്നെ വൈകുന്നേരങ്ങളിലും തുടർന്നു. അതിനാൽ പിറ്റേന്ന് പുലർച്ചെ ഇതേ ഡ്രസ് ധരിക്കാനും സാധിക്കുമായിരുന്നു. The system worked well apart from my pockets. ഈ രീതി നന്നായി പ്രാവർത്തികമായി, എൻ്റെ പോക്കറ്റ് ഒഴിച്ച്. There was never quite enough time for the pockets to dry out completely, and for the entire duration of the camp, I played with wet pockets. പോക്കറ്റുകൾ പൂർണ്ണമായി ഉണങ്ങിക്കിട്ടാൻ വേണ്ടത്ര സമയം കിട്ടാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്യാമ്പ് സമയം മുഴുവനും നനഞ്ഞ പോക്കറ്റുമായി ഞാൻ കളിച്ചു. By the middle of the summer camp, Sir had started taking an active interest in my batting, and at the end of the 2 months, informed Ajit that I had the potential to be a good cricketer if I practiced all year round. സമ്മർ ക്യാമ്പിന്റെ പകുതിയായപ്പോൾ സർ എൻ്റെ ബാറ്റിങ്ങിൽ പ്രത്യേക ശ്രദ്ധയെടുത്തു. 2 മാസം പൂർത്തിയായപ്പോൾ സർ അജിത്തിനോട് പറഞ്ഞു, ഒരു വർഷം ഞാൻ ക്യാമ്പ് പൂർത്തിയാക്കുകയാണെങ്കിൽ എനിക്കൊരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാകാനുള്ള കഴിവുണ്ടെന്ന്. However, my school, the New English School in Bandra, did not have cricket facilities, and Sir was keen for me to change schools if I wanted to pursue cricket seriously. എന്നാൽ ഞാൻ പഠിച്ചിരുന്ന ബാന്ദ്രയിലെ ന്യൂ ഇംഗ്ലീഷ് സ്കൂളിൽ ക്രിക്കറ്റിനുള്ള സൗകര്യമുണ്ടായിരുന്നില്ല. അതിനാൽ ക്രിക്കറ്റ് പഠനം തുടരണമെങ്കിൽ ഞാൻ സ്കൂൾ മാറണമെന്ന് സാർ താല്പര്യം പ്രകടിപ്പിച്ചു. കീൻ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ്, എന്തൂസിയാസ്റ്റിക്, താല്പര്യമുള്ള, ആവേശമുള്ള എന്നൊക്കെ അർത്ഥം. One evening, Sir called my father and put forward his suggestion. ഒരു ദിവസം വൈകുന്നേരം അദ്ദേഹം എൻ്റെ അച്ഛനെ വിളിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചു. Ajit was in the room with my father at the time, and they both accepted that it was necessary if cricket was to be my priority. അച്ഛനോടൊപ്പം മുറിയിൽ അജിത്തും ഉണ്ടായിരുന്നു. എൻ്റെ മുഖ്യ താല്പര്യം ക്രിക്കറ്റ് ആകണമെങ്കിൽ സ്കൂൾ മാറുക എന്നത് അത്യാവശ്യമായിരിക്കും. സാറിൻ്റെ നിർദ്ദേശം രണ്ടുപേരും അംഗീകരിച്ചു. My father sat me down and explained that while he did not have any objections to my changing schools,
I should do so only if I was really serious about playing cricket. അച്ഛൻ എന്നെ അരികിലിരുത്തിക്കൊണ്ട് വിശദീകരിച്ചു തന്നു. സ്കൂൾ മാറുന്നതിനോട് അച്ഛന് എതിർപ്പില്ല എന്നും, എന്നാൽ ക്രിക്കറ്റ് കളി ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതിയെന്നും അച്ഛൻ എന്നോട് വിശദീകരിച്ചു തന്നു. I assured him I was, and so it was agreed that I should move to Sharadashram Vidya Mandir, where Achrekar sir was the cricket coach. ഞാൻ അച്ഛന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ അച്രേക്കർ സർ ക്രിക്കറ്റ് കോച്ചായി ജോലി ചെയ്യുന്ന ശാരദാശ്രം വിദ്യാമന്ദിർ സ്കൂളിലേക്ക് ഞാൻ മാറണമെന്ന് തീരുമാനമായി. All my excess energies were getting channeled into cricket, which acted as a kind of safety valve. അങ്ങനെ എൻ്റെ എല്ലാ അധിക ഊർജവും ഞാൻ ക്രിക്കറ്റിലേക്ക് തിരിച്ചുവിടുകയും അതെനിക്കൊരു രക്ഷാകവാടം അഥവാ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള ആശ്വാസം പോലെ പ്രയോജനകരമാവുകയും ചെയ്തു. സേഫ്റ്റി വാൾവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിലീഫ് ഫ്രം ടെൻഷൻ, എല്ലാ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുമുള്ള ഒരു മോചനം. My father always said that all he wanted me to do was give it my best effort without worrying about the results. റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ കഠിനാധ്വാനം ചെയ്യണം, ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നതൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്നാണ് അച്ഛൻ ആഗ്രഹിച്ചിരുന്നത് എന്ന് അച്ഛൻ എപ്പോഴും എന്നോട് പറയുമായിരുന്നു. In my first year at Sharadashram, I played 55 practice matches during the summer break of 60 days. ശാരദാശ്രം സ്കൂളിലെ എൻ്റെ ആദ്യ വർഷം 60 ദിവസത്തെ വേനൽക്കാല ക്യാമ്പിൽ ഞാൻ 55 പരിശീലന മത്സര കളികൾ കളിച്ചു. My summer session used to start at 7:30 a.m. and end at 4:30 p.m. My evening session would start at 5 p.m. after only a 30-minute break. സമ്മർ ക്യാമ്പ് രാവിലെ 7:30 തുടങ്ങി വൈകുന്നേരം 4:30 അവസാനിക്കും. വീണ്ടും അരമണിക്കൂർ ഇടവേള കഴിഞ്ഞ് 5 മണിക്ക് വൈകുന്നേര പരിശീലനം തുടങ്ങും. During the break, sir would often give me some money to go and have a vada pav, a popular Mumbai fast food. ഈ ഇടവേളയിൽ ഒരു വട പാവ്, മുംബൈയിലെ പ്രസിദ്ധമായ ഒരു ലഘുഭക്ഷണം, അത് വാങ്ങിക്കഴിക്കാനുള്ള പണം മിക്കപ്പോഴും സാർ എനിക്ക് തരുമായിരുന്നു. Between 5 p.m. and 7 p.m. I would have 5 more net sessions. Towards the last 15 minutes, sir would place a 1 rupee coin on top of the stumps, and if I managed to avoid getting out, the coin was mine. വൈകുന്നേരം 5-നും 7-നും ഇടയ്ക്ക് എനിക്ക് നെറ്റിനകത്ത് 5-ൽ കുറയാത്ത പരിശീലന കളികൾ ഉണ്ടാകും. അവസാനത്തെ 15 മിനിറ്റിൽ സാർ ഒരു ₹1 നാണയം സ്റ്റംപിന് മുകളിൽ വെക്കും. ഞാൻ ഔട്ടാകാതെ പിടിച്ചു നിന്നാൽ ആ നാണയം എനിക്കുള്ളതാകും. In this session, every bowler in the camp would come and bow to me, with some 60 to 70 boys fielding. ഈ സമയത്ത് ക്യാമ്പിലെ എല്ലാ ബൗളർമാരും എനിക്കെതിരെ ബൗൾ ചെയ്യും. 60-70 കുട്ടികൾ ഫീൽഡിങ്ങിലും ഉണ്ടാകും. It meant I had to hit every ball along the ground to survive those intense 15 minutes. അതിനർത്ഥം കഠിനമായ ആ അവസാന 15 മിനിറ്റ് രക്ഷപ്പെടാൻ ഓരോ പന്തും എനിക്ക് ഗ്രൗണ്ടിലൂടെ അടിച്ചുവിടേണ്ടതായി വരുമായിരുന്നു. ഇന്റൻസ് മീൻസ് ഹാർഡ് ആൻഡ് എക്സ്ട്രീം ഇൻ ഡിഗ്രി, കഠിനവും വളരെ തീക്ഷ്ണവുമായ എന്നൊക്കെ അർത്ഥം. Winning the 1 rupee coin used to give me immense satisfaction and taught me how to concentrate even when physically trained. ആ ₹1 നേടുന്നത് എനിക്ക് വർദ്ധിച്ച സംതൃപ്തി നൽകി. മാത്രമല്ല, ഊർജം ചോർന്ന് ശരീരം തളർന്നിരിക്കുമ്പോഴും കളിയിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം എന്നെന്നെ പഠിപ്പിക്കുകയും ചെയ്തു. ഡ്രെയിൻഡ് എന്ന് പറഞ്ഞാൽ ഡ്രെയിൻഡ് ഓഫ് എനർജി, ടയേർഡ്, ഊർജം ചോർന്നുപോയി, ശരീരം ക്ഷീണിച്ചു എന്നൊക്കെ ഇവിടുത്തെ അർത്ഥം. At the end of it all, sir would tell me to run 2 full circuits of Shivaji Park with my pads and gloves on. എല്ലാം കഴിഞ്ഞ് പാഡും ഗ്ലൗസും ധരിച്ചുകൊണ്ട് തന്നെ
ശിവജി പാർക്കിന്റെ 2 ചുറ്റ് ഓടാനും സർ എന്നോട് പറയുമായിരുന്നു. That was the last part of my training and I would be completely exhausted by the end of it all. പരിശീലനത്തിന്റെ അവസാന ഇനമായിരുന്നു അത്. അതെല്ലാം കഴിയുമ്പോൾ ഞാൻ പരിപൂർണമായും തളർന്ന അവസ്ഥയിലായിട്ടുണ്ടാകും. എക്സോസ്റ്റഡ് മീൻസ് ടയേർഡ്, ക്ഷീണിച്ച, തളർന്ന എന്നൊക്കെ അർത്ഥം. It was a routine I would repeat right through my summer holidays and it helped me to build up physical and mental stamina. എൻ്റെ വേനലവധി കാലത്ത് ഞാൻ ആവർത്തിച്ച് ചെയ്ത എൻ്റെ പതിവ് പ്രവൃത്തികളായിരുന്നു ഇതെല്ലാം. എൻ്റെ മാനസിക ശാരീരിക ഊർജം വർദ്ധിപ്പിച്ചെടുക്കാൻ ഇതെല്ലാം എന്നെ സഹായിച്ചു. Occasionally my father came to take me home and I would always ask him to treat me to a special fruit cocktail at a juice center near the club. ഇടയ്ക്കൊക്കെ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛൻ വരുമായിരുന്നു. അപ്പോഴൊക്കെ ക്ലബിനടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ നിന്ന് മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് അഥവാ ജ്യൂസ് കോക്ടെയിൽ വാങ്ങി എന്നെ സൽക്കരിക്കാൻ ഞാൻ അച്ഛനോട് ആവശ്യപ്പെടുമായിരുന്നു. While this regular demand was a little unreasonable, because at the time I did not realize that my parents also had to take care of the needs of my brothers and sister. My father would invariably end up giving me what I wanted, just to see me happy. എൻ്റെ രക്ഷിതാക്കൾക്ക് എൻ്റെ സഹോദരന്മാരുടെയും സഹോദരിയുടെയും കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് അന്ന് എനിക്ക് അത്ര അറിവുണ്ടായിരുന്നില്ല. എൻ്റെ നിരന്തരമുള്ള ഈ ജ്യൂസിനു വേണ്ടിയുള്ള ആവശ്യപ്പെടൽ അന്യായമായിരുന്നെങ്കിലും എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛൻ മുടങ്ങാതെ എൻ്റെ ആവശ്യം നിറവേറ്റി തരുമായിരുന്നു. On other days, when I made my way home from Shivaji Park on my own, I would often fall asleep on the bus if I managed to sit down. മറ്റു ദിവസങ്ങളിൽ ഞാൻ തനിച്ച് ശിവാജി പാർക്കിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ ബസ്സിൽ എനിക്ക് ഇരിക്കാൻ സാധിക്കുമ്പോഴൊക്കെ ഞാൻ ഉറങ്ങിപ്പോകുമായിരുന്നു. Anyone who has been on a Mumbai bus at peak hours will know just how difficult it is to get a seat. തിരക്കുള്ള സമയത്ത് മുംബൈ ബസ്സിൽ യാത്ര ചെയ്തവർക്കറിയാം എത്രമാത്രം പ്രയാസകരമാണ് ബസ്സിൽ സീറ്റ് കിട്ടുക എന്നത്. On days I wasn't so lucky, it was still a challenge just to stand with a kit bag, because the bus conductors would inevitably complain about me taking up the space of another passenger. ബസ്സിൽ സീറ്റ് കിട്ടാൻ ഭാഗ്യം തുണക്കാത്ത ദിവസങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുക എന്നതും ഒരു വെല്ലുവിളിയായിരുന്നു. സ്പോർട്സ് കിറ്റ് ബാഗും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരാളുടെ സ്ഥലം കൂടി കൈയടക്കുന്നതിന് കണ്ടക്ടർമാർ മുടങ്ങാതെ കുറ്റപ്പെടുത്താൻ പതിവായിരുന്നു. ഇനവിറ്റബിളി എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിളി, ഒഴിച്ചുകൂടാനാകാത്ത വിധം. ഇവിടെ പതിവായി എന്നൊക്കെ അർത്ഥം. It could be embarrassing because the conductors were often rude and would sometimes ask me to buy 2 tickets. കണ്ടക്ടർമാരുടെ പെരുമാറ്റം ചിലപ്പോഴൊക്കെ വളരെ പരുഷവും നാണം കെടുത്തുന്നതുമായിരുന്നു. മിക്കപ്പോഴും എന്നോട് 2 ആളുടെ ടിക്കറ്റ് എടുക്കാൻ ദേഷ്യത്തോടെ പറയുമായിരുന്നു. I didn't have the money for a second ticket and I had to learn to take these remarks in my stride. എൻ്റെ കയ്യിൽ മറ്റൊരു ടിക്കറ്റിനുള്ള പണമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പരിഹാസങ്ങളെയൊക്കെ ശാന്തമായി നേരിടാൻ ഞാൻ പഠിക്കേണ്ടി വന്നു. ടേക്ക് ഇൻ മൈ സ്ട്രൈഡ് എന്നതൊരു ഫ്രേസാണ്. അതിനർത്ഥം ടേക്ക് ഓർ ഫേസ് സംതിങ് കാംലി, കാര്യങ്ങൾ ശാന്തമായി നേരിടുക, സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥം. ഡേർട്ടി ക്ലോത്ത്സ് ഓഫൻ ആഡഡ് ടു ദി എംബാരസ്മെന്റ്. മുഷിഞ്ഞ വസ്ത്രങ്ങൾ എൻ്റെ ജാള്യത വർദ്ധിപ്പിച്ചു. ബസ്സിൽ വലിയ ബാഗും കൊണ്ട് കയറുമ്പോൾ കണ്ടക്ടർമാർ പരിഹസിക്കും. മറ്റൊരാളുടെ സ്ഥലം കൂടെ കവർന്നെടുത്തിരിക്കുന്നു, അതിനും കൂടെ ടിക്കറ്റ് എടുക്കണം എന്നൊക്കെ പറയും. അതിന് പുറമെ വിയർത്ത് കുളിച്ച് മുഷിഞ്ഞ വസ്ത്രവുമായിട്ടായിരിക്കും ബസ്സിൽ കയറുന്നത്. അത് എൻ്റെ എംബാരസ്മെന്റ്, ജാള്യം വർദ്ധിപ്പിച്ചു. With time, I evolved a way of wrapping the kit bag around me, just as the helmet and pads became a part of me while batting. So the kit bag became an extension of me on the bus. അങ്ങനെ ക്രമേണ കിറ്റ് ബാഗ്
എൻ്റെ ശരീരത്തിലേക്ക് പൊതിയുന്ന ഒരു രീതി ഞാൻ കണ്ടെത്തി. ബാറ്റ് ചെയ്യുമ്പോൾ ഹെൽമറ്റും പാഡും എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്നത് പോലെ ബസ്സിൽ കിറ്റ് ബാഗ് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി മാറി. ഇവോൾവ്ഡ് എന്ന് പറഞ്ഞാൽ ഡെവലപ്ഡ്, കണ്ടെത്തി, സൃഷ്ടിച്ചെടുത്തു എന്നൊക്കെ അർത്ഥം. റാപ്പിംഗ്, കവറിംഗ്, പൊതിയുക. I would often take the bus or train from Bandra to Churchgate, and it was all a great learning experience. ഞാൻ മിക്കപ്പോഴും ബാന്ദ്രയിൽ നിന്ന് ചർച്ച് ഗേറ്റിലേക്ക് ബസ്സിലോ ട്രെയിനിലോ പോകും. എല്ലാം വളരെ നല്ല പഠനാനുഭവങ്ങൾ ആയിരുന്നു. Even though I loved cricket, there were still occasional days when playing with my friends at home was such fun that I would conveniently forget I was supposed to go to the nets. എനിക്ക് ക്രിക്കറ്റ് പരിശീലനം വലിയ ഇഷ്ടമായിരുന്നെങ്കിലും വീടിനടുത്തുള്ള സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്നത് വളരെ രസകരമായിരുന്നു. അതുകൊണ്ട് ചില ദിവസങ്ങളിൽ ഞാൻ ക്യാമ്പിൽ നെറ്റിൽ പരിശീലിക്കേണ്ടവനാണെന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറക്കും. അതായത് വീടിനടുത്തുള്ള സുഹൃത്തുക്കളുമായി കളിക്കാനായിരുന്നു ചില ദിവസം താല്പര്യം. അന്നത്തെ ദിവസം ക്യാമ്പിൽ നെറ്റ് കോർട്ടിൽ പരിശീലിക്കാൻ പോകുന്ന കാര്യം ഓർമ്മയുണ്ടാകും, എന്നാലും മനഃപൂർവ്വം മറന്നുകൊണ്ട് വീടിനടുത്തുള്ള സുഹൃത്തുക്കളുമായി കളിയിലേർപ്പെടും എന്നർത്ഥം. If I didn't turn up, Achilekes sir would jump on to his scooter and come to find me. ഞാൻ പരിശീലന കോർട്ടിൽ എത്തിയിട്ടില്ല എന്ന് കാണുമ്പോൾ, അവിടെ ഞാൻ ഹാജരായിട്ടില്ലെങ്കിൽ അച്ചിലേക്കസ് സർ സ്കൂട്ടറിൽ എന്നെ തേടി വരും. Sir would spot me in the melee and virtually drag me out. ഇവിടെ വന്ന് ഞാൻ സുഹൃത്തുക്കളുടെ കോലാഹല കൂട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് എന്നെ അദ്ദേഹം ഫലത്തിൽ വലിച്ചു പുറത്തേക്കെടുക്കും. ടേൺ അപ്പ് മീൻസ് അപ്പിയർ, ടു ബി പ്രസന്റ്, ഹാജരാവുക, പ്രത്യക്ഷപ്പെടുക എന്നൊക്കെ അർത്ഥം. മേലി മീൻസ് നോയ്സി ഫൈറ്റ്, ശബ്ദകോലാഹലം കൂട്ടി ഫൈറ്റിൽ ഏർപ്പെടുന്ന പോലെ, പോരാട്ടത്തിൽ ഏർപ്പെടുന്ന പോലെ കളിയിൽ ഏർപ്പെടുന്ന ഒരവസ്ഥ. ഇവിടെ ഒരു നോയ്സി ഫൈറ്റ് എന്നർത്ഥം. വെർച്വലി, ഇൻ ഓൾമോസ്റ്റ് റിയാലിറ്റി, ഏറെക്കുറെ, ശരിയാം വിധം, യഥാർത്ഥത്തിൽ എന്നൊക്കെ അർത്ഥം. I would come up with the excuses, but he would have none of it. He would get me to change dress and head off to Shivaji Park. ഞാൻ ചില ഒഴിവുകഴിവുകളുമായിട്ട് മുന്നോട്ട് വരും. പക്ഷേ അതൊന്നും അദ്ദേഹം സ്വീകരിക്കുമായിരുന്നില്ല. അദ്ദേഹം എന്നെക്കൊണ്ട് നിർബന്ധിച്ച് വസ്ത്രം മാറ്റിച്ച് നേരെ ശിവാജി പാർക്കിലേക്ക് നയിക്കുമായിരുന്നു. On the drive he would tell me, "Don't waste your time playing inane games with these kids. Cricket is waiting for you at the nets. Practice hard and see what magic can transpire." ഈ കുട്ടികളോടൊപ്പം അർത്ഥശൂന്യമായ കളി കളിച്ച് നിന്റെ സമയം പാഴാക്കരുത്. പരിശീലന നെറ്റിൽ ക്രിക്കറ്റ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കഠിനമായി പരിശീലിക്കുക. എന്ത് അത്ഭുതമാണ് അത് സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയുക. വണ്ടി ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു. ഇനെയിൻ എന്ന് പറഞ്ഞാൽ മീനിങ്ലെസ്, അർത്ഥശൂന്യമായ എന്നർത്ഥം. ട്രാൻസ്പെയർ, ബ്രിങ് ഫോർത്ത്, ക്രിയേറ്റ്, സൃഷ്ടിക്കുക, കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥം. At that time, I hated being dragged off, but as I look back, I feel sheepish about my actions and can only admire Achilekes sir's far-sightedness. അക്കാലത്ത് എന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതിനോട് എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പ്രവൃത്തികളിലെ ബുദ്ധിശൂന്യത എനിക്ക് ബോധ്യപ്പെടുന്നു. മാത്രമല്ല, അച്ചിലേക്കസ് സാറിൻ്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് ആദരവ് തോന്നുന്നു. ഷീപ്പിഷ് means foolish. Sir also punished me on one occasion when trying to teach me a very important lesson. ഒരു പ്രധാനപ്പെട്ട പാഠം പഠിപ്പിക്കുമ്പോൾ സർ എന്നെ ഒരിക്കൽ ശിക്ഷിച്ചു. Once I bunked my daily evening practice to watch an inter-school cricket match, not anticipating that sir would be there. എൻ്റെ നിത്യേനയുള്ള വൈകുന്നേരത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കാതെ ഒരു ദിവസം ഞാൻ സ്കൂളുകൾ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരം കാണാൻ പോയി.
സാർ അവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ബങ്ക്ഡ് എന്ന് പറഞ്ഞാൽ എസ്കേപ്ഡ് സീക്രറ്റ്ലി ടു അവോയ്ഡ് ക്ലാസ്. ക്ലാസ്സിൽ പങ്കെടുക്കാതെ രഹസ്യമായിട്ട് രക്ഷപ്പെട്ടു, ക്ലാസ് മുടക്കി എന്നൊക്കെ അർത്ഥം. ആൻറ്റിസിപ്പേറ്റിംഗ്, എക്സ്പെക്റ്റിംഗ്, പ്രതീക്ഷിക്കുക എന്നൊക്കെ അർത്ഥം. He was angry and he said it wasn't for me to come and watch other people play for. If I practiced hard enough, one day people from across the world would come and watch me play. അദ്ദേഹം വളരെ ദേഷ്യത്തോടെ എന്നോട് പറഞ്ഞു, മറ്റുള്ളവർ കളിക്കുന്നത് കാണാൻ വരേണ്ടവനല്ല ഞാൻ, മറിച്ച് ഞാൻ നല്ല കഠിനമായി പരിശ്രമിച്ചാൽ ഞാൻ കളിക്കുന്നത് കാണാൻ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഒരു നാൾ ആളുകൾ വരും എന്ന്. Had it not been for Sir, I would not be the cricketer I turned out to be. സാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ പിൽക്കാലത്തായി തീർന്ന ക്രിക്കറ്റ് കളിക്കാരൻ ഞാൻ ആകുമായിരുന്നില്ല. He was a strict disciplinarian and did everything he could for me. I owe myself to him. അദ്ദേഹം തികഞ്ഞ കണിശക്കാരനായ ഒരു അച്ചടക്ക പാലകനായിരുന്നു. അദ്ദേഹം സാധ്യമാകുന്നതെല്ലാം എനിക്ക് വേണ്ടി ചെയ്തു. ഞാൻ സ്വയം അദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നു. ഡിസിപ്ലിനേറിയൻ, മാൻ ഓഫ് ഡിസിപ്ലിൻ, അച്ചടക്കത്തിൻ്റെ വക്താവ് എന്നർത്ഥം. ഇത്രയുമാണ് ലേണിംഗ് ദ ഗെയിം എന്ന അധ്യായത്തിൻ്റെ വിശദീകരണം. ഈ അധ്യായത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന ഗുണപാഠം, ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടി നമുക്കുണ്ടാകേണ്ട സ്ഥിരോത്സാഹം, കഠിനാധ്വാനം, ഗുരുക്കന്മാരോടുള്ള അനുസരണം, ആദരവ് തുടങ്ങിയ ഗുണഗണങ്ങളാണ്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിരിക്കും എന്ന വിശ്വാസത്തിൽ നിർത്തുന്നു. ഇംഗ്ലീഷ് എഡ്യൂസ്പോർട്ട് എഡ്യു വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദയവായി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.